നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് 6 രൂപയുടെ ബോട്ട് സർവീസ് വേഴ്സസ് 40 രൂപയുടെ ബോട്ട് സർവീസ്. ഒരുപാട് കാലമായിട്ട് ബോട്ട് സർവീസ് നടത്തുന്ന ഒരു ബോട്ട് ജെട്ടിയാണിത്. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെയാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഡിജിറ്റൽ പേയ്മെന്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ക്യാഷ് തന്നെ കൊടുക്കണം. ഇതേ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അറ്റ് എ ഡേ 100 പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടാണിത്. AC ഒന്നുമില്ല, പക്ഷെ നല്ല കാഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് നല്ല സമാധാനത്തിൽ പോകാൻ പറ്റും. ഫോർട്ട് കൊച്ചി വരെ എത്തുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 6 രൂപയ്ക്ക് എന്തായാലും ഈ ബോട്ട് സർവീസ് പോകത്താണ്. ഈ ബോട്ട് സർവീസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തേക്കും എറണാകുളത്ത് നിന്ന് കൊച്ചിയിലേക്കും ഡെയിലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതാ നമ്മൾ ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ ബിനാല നടക്കുന്നുണ്ട്. ഇവിടുത്തെ മതിലുകളിലെല്ലാം നല്ല രീതിയിൽ ഭംഗിയിലുള്ള പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ? നമ്മുടെ പ്രേമ സിനിമയില് ജോർജിന്റെ കഫേയില്ലേ, കുതിരയൊക്കെ ആയിട്ട് വരുന്നത്, ആ കഫേയാണത്. ഇനി ഇതാണ് നമ്മൾ പറഞ്ഞ 40 രൂപയുടെ ബോട്ട് സർവീസ്. കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോയിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ്സ് വരെ അക്സെപ്റ്റ് ചെയ്യും. നോർമലി ഒരു മെട്രോ സ്റ്റേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ വാട്ടർ മെട്രോയും വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഭയങ്കര തിരക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ നിന്നിട്ട് വേണം നമുക്ക് ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് 40 റുപ്പീസിന്റെ ബോട്ട് റൈഡ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം മെയിൻലി യൂസ് ചെയ്യുന്നത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് വാട്ടർ മെട്രോ ആണ് നമ്മുടെ കൊച്ചിയിലുള്ളത്. 6 രൂപയുടെ ബോട്ട് സർവീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി ഭയങ്കര ലിമിറ്റഡ് ആണ്. നമുക്ക് അവിടെ 100 പേർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ കുറച്ച് ആൾക്കാർക്കാണ് ഇരിക്കാൻ പറ്റുക. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ വാട്ടർ മെട്രോയിൽ AC ഉണ്ട്. ഇനി എന്റെ ട്രാവൽ എക്സ്പീരിയൻസിൽ 6 രൂപ വേഴ്സസ് 40 രൂപയുടെ ബോട്ട് സർവീസ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് 6 രൂപയുടെ ബോട്ട് സർവീസ് ആണ്. കാരണം ടിക്കറ്റ് എടുക്കാൻ തിരക്കുണ്ടായില്ല, അത്യാവശ്യം എല്ലാവർക്കും ഇരുന്ന് പോകാൻ പറ്റുന്ന സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരുന്നു, പിന്നെ നല്ല കാറ്റൊക്കെ കൊണ്ട് പെട്ടെന്ന് എത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റ് വെച്ച് വാട്ടർ മെട്രോയിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം അതിൽ AC ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നുള്ളത് കമന്റ് ചെയ്യാം.